ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. 3-1 പരമ്പര ഇതിനകം ഇന്ത്യ സ്വന്തമാക്കിയെങ്കിൽ കൂടി ഒരു മത്സരം കൂടി നടക്കാനുണ്ട്. അത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മത്സരത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയാമെങ്കിൽ പോലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഈ മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ്. എന്തൊക്കെ സാധ്യതകളാണ് ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് ജിബിൻ? ഇന്നത്തെ മത്സരം മുംബൈയിലാണ് നടക്കുന്നത്. അത് തന്നെ ഒരു വലിയൊരു നിർണായകമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഒരു നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഗ്രൗണ്ടാണ്. അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് നമുക്ക് സസ്പെൻസ് എന്തായാലും ഈ പരമ്പരയുടെ റിസൾട്ട് നമ്മൾ തെളിയിക്കപ്പെട്ടു. ഇന്ത്യ 3 മത്സരങ്ങൾ ജയിച്ചു, 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു, പരമ്പര ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ ബാറ്റിംഗ് ലൈനപ്പിലടക്കം കാര്യമായ മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ്. ടീമിലും സ്ട്രക്ചറിലും മാറ്റം വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഇനി വരാനിരിക്കുകയാണ്. അപ്പം മുഹമ്മദ് ഷാമി ഒക്കെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹത്തിന് കളിപ്പിക്കുമോ എന്നുള്ള സംശയം. അതെ, ഒരു മത്സരത്തിൽ അവസരം കൊടുത്തിരുന്നു, പക്ഷെ ആ മത്സരത്തിൽ വിക്കറ്റ് എടുക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു തിരിച്ചുവരവായിരുന്നു ഷമിയുടെ. പ്രത്യേകിച്ച് ഒരുപാട് കാലം കളത്തിന് പുറത്തിരുന്നതിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. അപ്പൊ ഷമിക്ക് ഫോം കണ്ടെത്താൻ വേണ്ടി ഒരു അവസരം വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ ഷമിയെ പരിക്ക് അങ്ങനെയുള്ള ഭീഷണി ഉള്ളത് കൊണ്ട് ഷമിയെ സേഫ് ആക്കിയിട്ട് ഇന്ന് കളിപ്പിക്കാതിരിക്കാം. പിന്നെ ബാറ്റിംഗ് ഓർഡറിലോട്ട് വരുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് പതിവ് പോലെ സഞ്ജുവും അഭിഷേകം തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. മൂന്നാമതിനായിട്ട് ഗ്രേസിലെത്തുക ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് ഒന്നെങ്കിൽ തിലക് വർമ്മയായിരിക്കാം, അല്ലെങ്കിൽ സൂര്യകുമാർ ആയിരിക്കും. സൂര്യകുമാർ അത് പ്രത്യേകിച്ച് മുംബൈയിൽ മുംബൈയായിട്ട് ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് സാധ്യത പറയാൻ പറ്റില്ല. സൂര്യ ചിലപ്പോൾ മൂന്നാമതിനായിട്ട് ഗ്രേസിലെത്തും. പിന്നീട് എത്തുന്ന പതിപോലെ റിങ്കു സിംഗ്, ദുബൈ അങ്ങനെയുള്ള ബാറ്റിംഗ് ലൈൻ ഇപ്പോൾ കറക്റ്റായിട്ട് പോകും. ഇതിനകത്ത് ഹാർദിക് ഈ ദുബൈയുടെ പരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരിക്ക് പറ്റിയിരുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതിനെക്കുറിച്ച് പിന്നെ ഒന്നും കാര്യമായ പരിക്കുണ്ടാവില്ല. അദ്ദേഹം കളിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവസാന മത്സരമാണ് T20. കഴിഞ്ഞ മത്സരത്തിൽ ഫോം ആവുകയും പ്രത്യേകിച്ച് ഇന്ത്യയുടെ മധ്യനിര ഒരുപാട് മത്സരങ്ങളിൽ ഒരു പരാജയപ്പെടുക അല്ലെങ്കിൽ ഒരു ഫോമിൽ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ദുബൈ ടീമിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് ദുബൈ ഫലപ്രദമായി മധ്യനിര ഓവറുകൾ കളിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ദുബൈക്ക് ഒരുപക്ഷെ ഒരു അവസരം കൂടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൂനെയിലെ മത്സരത്തിൽ നമ്മൾ കണ്ടല്ലോ, പെട്ടെന്നൊരു തിരിച്ചടിയിൽ നിന്നാണ് ദുബൈയും ഹാർദിക് പാണ്ഡ്യയും കൂടെ ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ദുബൈയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫോടനാത്മക ബാറ്റിംഗ് ആണ്. അത് പക്ക ഒരു T20 പ്ലെയർ ആണ് അദ്ദേഹം. അതിനനുസരിച്ചാണ് പ്രത്യേകിച്ച് നന്നായിട്ട് നേരിടും. അപ്പോൾ ഹാർദിക് കളിച്ചില്ലെങ്കിൽ ഹാർദിക്കിന് പകരമായിട്ട് രമൺദീപ് സിംഗ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഓൾറൗണ്ടർമാരിലോട്ട് അല്ലെങ്കിൽ സ്പിന്നിലോട്ട് വന്നാലും കാര്യമായ മാറ്റം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹർഷിത് റാണ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നിന്നും ആ ഓർഡറിലൊന്നും മാറ്റം സംഭവിക്കില്ല. അതേക്കുറിച്ച് ഇംഗ്ലണ്ടിലോട്ട് വരുമ്പോൾ, ഇംഗ്ലണ്ട് ടീമിലോട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര സമ്മർദ്ദമാണ് ഈ മത്സരം. ഈ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് ഒരു ആശ്വാസ ജയം നേടുക എന്നുള്ളൊരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ഇന്ത്യയെ 2012 നേരിട്ട സമയത്ത് അവർ വിജയിച്ചിട്ടുണ്ട്. അതായത് അതെ വാങ്കഡയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഒരു മത്സരം നടന്നിട്ടുണ്ട് 2012 T20 മത്സരം. ആ മത്സരം യുവരാജ് ഒക്കെ ഒരു കളിച്ചൊരു മത്സരമാണ്. ആ മത്സരത്തില് ഇന്ത്യ 177 റൺസ് എടുക്കുക, അത് ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ പിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചേസിങ്ങിന് കുറച്ചുകൂടി അനുകൂലമായ ഒരു പിച്ച് കൂടിയാണ് ഇത് എന്നുള്ളത് ഇതാണ്. അപ്പൊ ഇംഗ്ലണ്ട് എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ? ഇംഗ്ലണ്ട് ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു സ്കോർ ആർക്കും നേടാൻ പറ്റുന്നില്ല എന്നുള്ള കാഴ്ചയാണ്. കാരണം ആദ്യ 2 മത്സരങ്ങളിൽ അവർ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോസ് ബട്ട്ലറാണ് മികച്ചത്. അതെ, കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ഹാരി ബ്രൂക്കും ഡെക്കറ്റ് ഒക്കെ നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് കഴിഞ്ഞ 2 മത്സരത്തിൽ. പക്ഷെ എന്നാ പോലും ഒരു സ്ഥിരത എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഹാരി ബ്രൂക്ക് ഒക്കെ ഒരുപാട് മത്സരങ്ങൾ നിരാശപ്പെടുത്തിയതിന് ശേഷമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫോമിലേക്ക് എത്തിയത്. അവർ സ്പിന്നിനെ നേരിടുന്നില്ല, അവർക്കൊരു ഭയങ്കര ഒരു ഭയമുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ. അത് ഈ മത്സരം T20 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആ തുടക്കത്തിൽ നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ നല്ലൊരു തുടക്കം നൽകുന്നു. പിന്നീട് സ്പിന്നർമാർ പന്തെടുക്കുമ്പോൾ അവർ പ്രതിരോധത്തിലാവുന്നു. അതാണ് ഇംഗ്ലണ്ട് ടീമിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ 3-4 മത്സരങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ റൂട്ടിനെ പോലുള്ള സ്പിന്നിൻ്റെ ഒക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നതാണ് റൂട്ടൊക്കെ. അപ്പോൾ റൂട്ടിൻ്റെ അഭാവമൊക്കെ ഇപ്പോഴാണ് ഇംഗ്ലണ്ട് ടീമിനെ നമുക്ക് മനസ്സിലാകുന്നത്. റൂട്ടൊക്കെ ഉണ്ടായ ടീമിലുണ്ട് ഭാഗമാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇംഗ്ലണ്ട് ടീമിൻ്റെ ഭാഗത്തുണ്ട്. ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നല്ല റൺ ഒഴുകുന്നൊരു ഗ്രൗണ്ടാണ് എല്ലാ കാലത്തും. അവിടെ ഇപ്പം നല്ലപോലെ വെടിക്കെട്ട് ബാറ്റ്സ്മാർ ഉള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൽ ഉള്ളതിനെ പോലെ തുല്യമായിട്ടുള്ള ടീമാണ് അവർ.
പക്ഷേ അവർക്ക് ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ വേറൊരു കാര്യമാണ്, ഇപ്പൊ ബാറ്റിങ്ങിനെ കുറിച്ചല്ല, ഇംഗ്ലണ്ടിന്റെ ബോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർച്ചർക്ക് ഒരു വിശ്രമം അനുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന്റെ അടുത്തുനിന്നൊരു സഞ്ജു ഫലപ്രദമായി നേരിട്ട ഒരു ബോളറുണ്ട് അറ്റ്കിൻസൺ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി ഒരു കോൺഫിഡൻസ് പോയ ഒരു സമയം ആണ്. പ്രത്യേകിച്ച് ആർച്ചർ പോലുള്ള ഒരു ബോളർക്ക് ഒരു വിശ്രമം അനുവദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാറ്റം ബോളിംഗിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് വരുത്തുന്ന മാറ്റങ്ങളൊക്കെ വളരെ ഫലപ്രദമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു മാറ്റത്തിൽ ആർച്ചർക്ക് ഒരു വിശ്രമം ലഭിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയും. പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ കൺകഷൻ വിവാദം ഉണ്ടല്ലോ, ആ വിവാദത്തിൽ രണ്ടു പക്ഷത്തും പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വിവാദത്തിന് മറുപടി നൽകാൻ വേണ്ടി ഇംഗ്ലണ്ടിന് ജയം അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു പറഞ്ഞു സഞ്ജുവിന്റെ കാര്യം കൂടെ, കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പം നിലവിൽ സഞ്ജുവും സൂര്യകുമാർ യാദവും മാത്രമാണ് ഇപ്പോൾ ഒരു മികച്ചൊരു ഇന്നിങ്സ് പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്നത്. ബാക്കി എല്ലാത്തിനും ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും അവരുടേതായ ഒരു പ്രതാപം നിലനിർത്തുന്നുണ്ട്. പക്ഷെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു മോശം അവസ്ഥയാണ്. സൂര്യകുമാർ ക്യാപ്റ്റനാണെന്നുള്ളൊരു പരിഗണന അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സഞ്ജുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം IPL ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നല്ലൊരു ഇന്നിങ്സ്, നല്ലൊരു റൺ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് സഞ്ജു അവിടെ 2023 ഒരു മത്സരം കളിച്ചിട്ടുള്ളത് ശ്രീലങ്കയ്ക്കെതിരെ. ആ മത്സരത്തിൽ 4ാമത്തെ പൊസിഷനിൽ ഇറങ്ങിയിട്ട് സഞ്ജു 5 റൺസ് മാത്രം എടുത്ത് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മത്സരം ഇന്ത്യ ജയിച്ച മത്സരമാണ്. 162 റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്തത്. നമ്മൾ റൺ ഒഴുകുന്ന ഒരു പിച്ച് എന്നുള്ള രീതിയിൽ പറയുമെങ്കിൽ പോലും ആ മത്സരം ഒരു 162 എന്നൊരു ഏവറേജ് T20 സ്കോർ നേടി അത് 2 റൺസിന് ഇന്ത്യ വിജയിക്കുകയും ചെയ്ത മത്സരമാണ്. ശ്രീലങ്ക 160 റൺസ് എടുക്കുകയും ചെയ്ത ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് വേറെ കാര്യം, ഇപ്പൊ നമ്മൾ മുംബൈയിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇന്നിങ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ബൗളർമാർക്ക് ഒരു പിന്തുണ കിട്ടുക. ആ പിന്തുണ ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പവർ പ്ലേ എന്ന് പറയുന്ന ഒരു ചലഞ്ചിനെ ബാറ്റ്സ്മാൻമാർ മികച്ച രീതിയിൽ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബാറ്റ്സ്മാൻമാരുടെ പറുദീസയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് 2019 അവിടെ നടന്ന മത്സരത്തിൽ ഇന്ത്യ 240 റൺസ് എടുത്തിട്ടുണ്ട്. രോഹിത് ശർമ്മയും KL രാഹുലും വിരാട് കോഹ്ലിയും ഫോമായ ഒരു മത്സരം, 3 പേര് അർദ്ധ സെഞ്ചുറി നേടിയ ഒരു മത്സരമാണ് മത്സരം. കോഹ്ലിയൊക്കെ 29 ബോളിൽ 70 റൺസ് എടുത്ത കോഹ്ലിയുടെ ഒക്കെ ഒരു മാസ് ബാറ്റിംഗ് പ്രകടനം കണ്ട ഒരു മത്സരത്തിൽ ഇന്ത്യ 240 റൺസ് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന സ്കോറും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് 200-നടുത്ത അല്ലെങ്കിൽ 200-നടുത്തുള്ള അല്ലെങ്കിൽ 200-നേക്കാളും കൂടുതലുള്ള റൺസ് ചേസ് ചെയ്യപ്പെട്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ്. പ്രത്യേകിച്ച് അവിടെ ആകെ 8 അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നിട്ടുള്ളതിൽ 5 മത്സരങ്ങളും ചേസ് ചെയ്തിട്ടാണ് എതിർ ടീം വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ടോസും ഒരു നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ടോസ് നിർണായകമാണ്. അതുപോലെ തന്നെ ഈ വലിയ സ്കോർ പടുത്തുയർത്തണമെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ടീമിലോട്ട് ഓപ്പണിംഗിൽ തന്നെ അതൊരു വലിയൊരു ഇത് കൂടി കിട്ടണം. ഓപ്പണിംഗിൽ അതായത് സഞ്ജുവിൽ നിന്നോ അഭിഷേക് ശർമ്മയിൽ നിന്നൊരു വലിയൊരു ഇന്നിങ്സ് ഉണ്ടായാൽ മാത്രമേ വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യൻ ടീമിന് എത്താൻ പറ്റുള്ളൂ. ഈ രാജസ്ഥാൻ ടീമിന്റെ ഭാഗമായിട്ട് സഞ്ജു മുംബൈയിൽ 17 മത്സരങ്ങളിൽ നിന്ന് 565 റൺസോളം നേടിയിട്ടുണ്ട്. അത് സഞ്ജുവിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരാജയപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് വലിയ ഇന്നിങ്സ് കളിച്ച് വീണ്ടും അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചു വരുന്ന ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ 4 മത്സരങ്ങളിലും കണ്ടിരിക്കുന്ന ആദ്യത്തെ ഒരു മത്സരത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട ഒരു പ്രകടനം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് സഞ്ജു പുറത്തെടുത്ത്. അതിനുശേഷമുള്ള എല്ലാ മത്സരത്തിലും അദ്ദേഹം പുറത്തായ രീതി, കാരണം ഒരു ഇംഗ്ലണ്ട് ടീമുകാർ കറക്റ്റ് ബോളിംഗ് ചേഞ്ച് വരുത്തുന്നു, ഫീൽഡറെ സെറ്റ് ചെയ്യുന്നു, സഞ്ജു അതിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നു, ക്യാച്ച് കൊടുക്കുന്നു, ഔട്ടാവുന്നു. അതായത് അതാണ് പറ്റിപ്പോകുന്നത്. കാരണം സഞ്ജുവിന്റെ ഷോർട്ട് ബോളുകളിലാണ് പരാജയപ്പെടുന്നത്. അത് കുറച്ച് അവർക്ക് ഇംഗ്ലണ്ട് ടീമിനെ അറിയാവുന്ന വ്യക്തമാകുന്ന രീതിയിലാണ് സഞ്ജു ബാറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർ ഫീൽഡ് സെറ്റ് ചെയ്യുന്നത്. ആ കുരുക്ക് സഞ്ജു വീഴുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ചേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ അവിടുത്തെ അതായത് മുംബൈയിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഹയസ്റ്റ് റൺസ് ചേസ് എന്ന് പറയുന്നത് 230 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. അത് ചെയ്തത് ഇംഗ്ലണ്ട് ആണെന്നുള്ളതാണ് കണക്ക് വ്യക്തമാവുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇനിയിപ്പോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ മത്സരം വിജയിക്കുക, ഒരു പരമ്പരയുടെ ഈ സീരീസിന്റെ ഒരു കണക്കുണ്ടല്ലോ 3-1, അതിലുള്ള ഡിഫറൻസ് കുറക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ IPL ചരിത്രം പറയുകയാണെങ്കിൽ പോലും ഇവിടെ ചേസ് ചെയ്ത ടീമാണ് കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല മത്സരം തന്നെ കാണാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് അവിടെ കാണാനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.